സാർ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടി CSE ACC ഒക്കെ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഏറ്റവും വലിയ ഡൗട്ട് അവർക്ക് ആപ്റ്റ് ഒരു കോഴ്സ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാർ എങ്ങനെ വളരെ ഈസി ആയിട്ട് അത് പിക്ക് ചെയ്യാൻ കഴിയും? സാർ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4 ഫാക്ടേഴ്സ് പറയാം. ഒന്ന് നമുക്കതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയാം, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 2 ടഫ്നെസ്, നമ്മൾ എടുക്കുന്ന കോഴ്സ് എത്രത്തോളം ടഫാണെന്ന് പറയാം. 3 ഫീസ് പറയാം. 4 ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ്, ഇപ്പോൾ CA, CMA, CCA, CS പോലത്തെ കോഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങളിതൊരിക്കലും ഒരു ഓക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്ലസ് 2 CA എടുത്തു, ഞാനും CA ആണ്, അല്ലെങ്കിൽ ACC അവർക്ക് താല്പര്യമുണ്ട്, എനിക്ക് പുറത്ത് പോകണം, അങ്ങനെയല്ല. ഇത് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക ഈ 4 ഫാക്ടേഴ്സ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CA നോക്കുകയാണെങ്കിൽ CA ടഫ്നെസ് കുറച്ച് കൂടുതലാണ്. ഇന്ത്യൻ കോഴ്സാണ്, ടഫ്നെസ് കൂടുതലാണ്. ഇപ്പോൾ CA ഫീസ് ഫോറിൻ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ CA ഫീസ് എന്താണ്, കുറവാണ്. ഡ്യൂറേഷൻ കൂടുതലാണ്. ഡ്യൂറേഷൻ ഒരു 4.5 ഇയേഴ്സ് എന്ത് ചെയ്യാം വരാം. പിന്നെ അടുത്തത് ജോബ് ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയിൽ നമ്പർ 1 ആണ്, പുറത്തും എന്താണ് മോശമില്ലാതെ ജോബ് കിട്ടും. അപ്പോൾ ഇതാണ് CA കമ്പയർ ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ നേരെ ACC നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ACC ഫീസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ കോഴ്സ് അല്ലത്. ഇന്ത്യൻ കോഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോറിൻ കോഴ്സ് ആണ്, ഫീസ് കൂടുതലാണ്. പക്ഷെ ഡ്യൂറേഷൻ എന്താണ്, 2.5 years അല്ലെങ്കിൽ ഒരു മാക്സിമം 3 years നമുക്ക് എന്ത് ചെയ്യാം. പ്ലസ് 2 സ്റ്റുഡൻറ്റിന് 3 വർഷം പറയാം. ആൻഡ് ഫീസിന്റെ കാര്യം കൂടുതലാണെന്ന് പറഞ്ഞു. ടഫ്നെസ് CA വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ, കാരണം ഇവിടെ ഓരോ പേപ്പർ വെച്ച് നമ്മൾ എഴുതുന്നുണ്ടാവുക, ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ കോഴ്സും ഇപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ CMA US നോക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 1 year അല്ലെങ്കിൽ 2 year കംപ്ലീറ്റ് ചെയ്യാം CMA USA. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് CA സ്റ്റാറ്റസ് കിട്ടുമോ വെച്ചാൽ കിട്ടൂല, കാരണം CA ഒരു 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ എനിക്ക് സ്റ്റുഡൻസിന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു 4 ഫാക്ടേഴ്സ്. 4 നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടൂല, കാരണം ഫീസും കുറയണം, തീരെ ടഫും പറ്റൂല, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി വേണം, ഡ്യൂറേഷൻ കുറവും വേണം. അത് കിട്ടണമെന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. എനിക്ക് കോസ്റ്റ് കുറയണം, നാട്ടിൽ വർക്ക് ചെയ്യണം, അങ്ങനെ സജസ്റ്റ് ചെയ്യും. കോസ്റ്റ് കുറയണം, നാട്ടിൽ വർക്ക് ചെയ്യണം, CA ഓക്കെയാണ്. ടഫ് കുറച്ച് കുറക്കണമെങ്കിൽ CMA. എനിക്ക് വിദേശത്ത് പോകണം, ഒന്ന് കളർഫുൾ ലൈഫ് അടിച്ച് പൊളിക്കണം, കോസ്റ്റ് പ്രശ്നമില്ലെങ്കിൽ ACC ഓക്കെ. ഇനി അല്ല ACC 3 വർഷം അത്ര ഡ്യൂറേഷൻ താല്പര്യമില്ലെങ്കിൽ CMA US. അപ്പോൾ ഈ ഒരു 4 ഫാക്ടേഴ്സ് നോക്കണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഞാൻ എളുപ്പം മാത്രമാണ് നോക്കുന്നെങ്കിലും. എളുപ്പം മാത്രം ഫീസ് പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല, എനിക്ക് എളുപ്പമായാൽ മതി. കമ്പാരിറ്റീവ്ലി CMA USA. ഞാൻ വീണ്ടും പറയുന്നു, CMA USA ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ CMA US എന്താണ് ഇനി നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ തിയറി പ്രോബ്ലം ഒക്കെ നോക്കാം. ഇപ്പൊ CS ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ തിയറി ഓറിയന്റഡ് ആണ്. അപ്പൊ ചില സ്റ്റുഡൻസ് ഒന്നുകൂടെ തിയറി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ CS നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യും. സാർ, അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ പുതുതായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒരു സ്റ്റുഡൻറ് എക്സലൻസ് ട്രാക്കിംഗ് സിസ്റ്റം. എന്താണ് സാർ, എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്? സാർ, നമ്മൾ നോർമലി നമ്മുടെ ക്ലാസ്സുകളിൽ എക്സാംസ് അതുപോലെ തന്നെ പാരൻസ് മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. സാർ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മന്ത്ലി ഒരു ട്രാക്കിംഗ് ആണ്. അതായത് ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ക്ലാസ് വൈസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു 100 മാർക്ക് അലോട്ട് ചെയ്യും. അതിൽ 25 മാർക്ക് വരുന്നുണ്ടാവുക അറ്റൻഡൻസ് ആണ്. ബാക്കി 25 മാർക്ക് വരുന്നുണ്ടാവുക സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന വർക്ക് അസൈൻമെന്റ്, അതിന് ബേസ്ഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക 25 മാർക്ക് വരുന്നുണ്ടാവുക. റിമൈനിങ് 50 മാർക്ക് വരുന്നുണ്ടാവുക കുട്ടികൾക്ക് നമ്മൾ നടത്തുന്ന ആ മന്തിൽ നടത്തുന്ന ക്ലാസ് ടെസ്റ്റ് എക്സാംസ് പ്രകാരമായിരിക്കും. സർ, ഇത് വെച്ച് നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ ടോപ്പ് 3 നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഫസ്റ്റ് കിട്ടുന്ന സ്റ്റുഡൻറ്റിന് ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2000 rupees, സെക്കൻഡ് 1000 rupees, തേർഡ് 500. ഇവിടെ നമ്മളൊരു ക്യാഷ് പ്രൈസ് മന്ത്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ശരിക്കും ഒരു ക്യാഷ് പ്രൈസ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം പ്രകാരം നമ്മൾ സ്റ്റുഡൻസിനെ 3 കാറ്റഗറി ആക്കുകയാണ്. അതായത് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രീന്, യെല്ലോ, റെഡ്. ഇപ്പൊ ഗ്രീൻ നമ്മൾ എപ്പോഴും പറയും സേഫ് സോൺ, യെല്ലോ ഒരു അലേർട്ട് സോൺ, ആൻഡ് റെഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേഞ്ചർ സോൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് നേരത്തെ അവർ ഐഡന്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്ത് അവർക്ക് വേണ്ട മെന്ററിങ് കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെഡുള്ള സ്റ്റുഡൻസിനെ യെല്ലോ ആക്കണം, യെല്ലോ ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രീൻ ആക്കണം. ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സർ, നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ റിസൾട്ട് തന്നെയാണ്. നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും, അത് CA, CMA, ACC ആണെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ റാങ്കുകൾ നമ്മുടെ ക്യാമ്പസിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. റാങ്ക് മാത്രമല്ല, നമ്മൾ ഓരോ കോഴ്സിൻ്റെയും ഓൾ ഇന്ത്യ ലെവല് പാസ് പെർസെൻറ്റേജ് മുകളിലായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ്. റാങ്കുകൾ പറയുകയാണെങ്കിൽ ACCയിൽ വേൾഡ് റാങ്ക് വന്നിട്ടുണ്ട്. CMAയിൽ ഫൈനലൊക്കെ 2 തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CA ഇന്ററിൽ ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക് വന്നിട്ടുണ്ട്. CMA ഫൈനലിൽ 2 തവണ ഫൈനൽ റാങ്ക് വന്നിട്ടുണ്ട്. കാറ്റിൽ ഒരു 10ഓളം റാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, CMA കാറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ USA ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ തന്നെ കുട്ടികൾ CMA US 2 പാർട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷം, നല്ല നല്ല കമ്പനികൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്.
സെക്കൻഡ് ഒരു ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പസ് തന്നെ. നമ്മുടെ ക്യാമ്പസിലെ ഫെസിലിറ്റി ആൾറെഡി നമ്മുടെ ക്യാമ്പസിൽ ഫുട്ബോൾ ടർഫ്, ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇനിയിപ്പോൾ ഫേസ് 2 വരുമ്പോൾ ക്യാമ്പസിനകത്ത് നമ്മൾ ഹോസ്റ്റല്, സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ഒന്നുകൂടെ ഒരു ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി നമ്മളൊരു ഫേസ് 2 നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. മലബാറിലെ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ് ക്യാമ്പസ് പറഞ്ഞെടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഫേസ് 2 കഴിയുമ്പോൾ കേരളാസ് ലാർജസ്റ്റ് കൊമേഴ്സ് ക്യാമ്പസ് ആയിട്ട് ഇൻഷാല്ലാ എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാൻ പറ്റും. തേർഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പുതിയ ക്യാമ്പസിൽ നമ്മളൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ്, നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, പുറത്തെ കമ്പനീസിന്റെ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് എന്താകാൻ പറ്റണം, പ്ലേസ്ഡ് ആക്കാൻ പറ്റണം. അപ്പോൾ സാർ, നമ്മൾ CMA കോഴ്സിന്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ പ്രൊഫൈൻസ്? എന്തുകൊണ്ട് പ്രൊഫൈൻസ് CMA ചെയ്യണം? എന്തായിരിക്കും പ്രൊഫൈൻസിന്റെ പ്രത്യേകതകൾ? സർ, നമ്മളിവിടെ CMA മാത്രമല്ല കൊടുക്കുന്നത്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു 360 ഡിഗ്രി എംപ്ലോയബിലിറ്റി മൾട്ടിപ്ലയർ എന്ന് പറയും. അതായത് +2 കുട്ടിയോട് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സായ ഒരു CMA നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് 3 വർഷത്തെ BCom. ആ BCom നമ്മൾ ഇഗ്നോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയാണ് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഇപ്പോൾ AI ബേസ്ഡ് സ്കിൽ ട്രെയിനിങ്, 2 ബേസിക് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഒന്ന് നോർമൽ സ്കിൽ ട്രെയിനിങ്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ എസ്പെഷ്യലി AI എങ്ങനെ ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവരെ പഠിക്കുന്ന തിയറി, ഇപ്പോൾ ഇതിൽ നമ്മൾ സാർ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻകം ടാക്സ്, GST ഒക്കെ പഠിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് പ്രാക്ടിക്കലി ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് അത് റിയൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ ഇത് പ്രാക്ടിക്കലി കൊടുക്കുന്നത് മാത്രമല്ല, ഇവർക്ക് വേണ്ട സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ സോഹോ അല്ലെങ്കിൽ ടാലി ബേസിക്സ്, ഇപ്പോൾ AI നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ BI, അഡ്വാൻസ്ഡ് എക്സൽ പോലത്തെ സോഫ്റ്റ്വെയർസ്. പിന്നെ അധികം പേർക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പഠിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എന്നാലും ഒരാൾ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ് സ്കില്ല് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർ ഓവർ HR സെക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. മോർ ഓവർ നമ്മൾ ഇപ്പോൾ ഫേസ് 2 നമ്മുടെ വലിയ ക്യാമ്പസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, അതായത് CMA ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നമ്മുടെ ഇവിടെ വെച്ച് നടക്കും. അതായത് കമ്പനികൾ ഇവിടെ വന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, പ്ലേസ്ഡ് ആക്കുന്ന ഒരു സിസ്റ്റം. ഓൾറെഡി നമുക്ക് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. അതിന് പുറമെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ CMA CAT മാത്രം, അല്ലെങ്കിൽ വെറും ഒരു CAT ഇന്റർ അങ്ങനെയല്ല. ഇവിടെ നമ്മളെല്ലാം ഒരു ഓൾ ടുഗദർ. ഇതുകൊണ്ട് ഞാൻ നേരത്തെ 360 ഡിഗ്രി എന്നുള്ളൊരു സാധനം എന്ത് ചെയ്തത്, മൾട്ടിപ്ലയർ എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞത്. വേറൊരു സ്കില്ല് ഉണ്ടാക്കാൻ ഇനി വേറെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരെ ജോബിന് എന്ത് ചെയ്യാം കയറാൻ. അല്ല CMA പഠിച്ചു കഴിഞ്ഞ് ഇനി വേറെ പഠിക്കുക അങ്ങനത്തെ സംഭവം ഒന്നും ചെയ്യുന്നില്ല. ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം, 2010 മുതൽ CMA കോഴ്സ് പ്രൊഫിൻസ് കണ്ടക്ട് ചെയ്യില്ല. പ്രൊഫിൻസിന്റെ ലെഗസി പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇനി വൈ പ്രൊഫിൻസിന് നമുക്ക് ആഡ് ചെയ്യുന്ന സംഭവമാണ് റിസൾട്ട് ആൻഡ് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇപ്പോൾ നമുക്ക് ക്യാമ്പസിൽ ഇപ്പോൾ പെരുന്തൽമണ്ണ ക്യാമ്പസ് മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ CMAക്ക് മാത്രം നമുക്ക് 10-ലധികം റാങ്കുകൾ വന്നിട്ടുണ്ട്. അതിൽ 2 റാങ്കുകൾ വന്നിട്ടുള്ളത് CMA ഫൈനലിലാണ്. കാരണം CMA ഏറ്റവും ടഫസ്റ്റ് വരുന്ന CMA ഫൈനലിലാണല്ലോ. അതിലടക്കം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ജിത്തു, ലേറ്റസ്റ്റ് ആണ് മിർഷാന, എല്ലാ 6 മന്തിലും എല്ലാ 1 ഇയറിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആൻഡ് നമ്മുടെ മെൻറ്റേഴ്സ്, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും വരും. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 16 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ CMA പ്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ CMAനെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുത്തൊരു ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ അത് പ്രൊഫിൻസ് തന്നെ മാത്രമായിരിക്കും.